ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു ഈസി ഡിസൈൻ ചെയ്യാവേ. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ മാത്രം മതി. ഞാനിവിടെ ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതുപോലെ ഗോൾഡൻ റൗണ്ട് ബീഡ് വേണം. നമുക്ക് ബ്ലാക്ക് കളർ സെയിം ത്രെഡ് വേണം. നീഡിൽ നമ്പർ 12. ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ചെയ്യാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കർവ് ഷേപ്പിൽ നമ്മളിങ്ങനെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹാഫ് സർക്കിൾ വരയ്ക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ക്യാപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. നമ്മുടെ ആ സർക്കിൾ എത്രത്തോളം അതിൻ്റെ വലിപ്പം വേണോ നോക്കിയിട്ട് വേണം ക്യാപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ക്യാപ്പ് എനിക്ക് കറക്റ്റാണ്. ഞാൻ ഇത് വെച്ച് തന്നെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിതിൻ്റെ മോളുടെ ഫ്രോക്കിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുതിർന്നവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് എത്രത്തോളം ഒന്ന് മാർക്ക് ചെയ്ത് അതനുസരിച്ച് ചെയ്യുക. ഇതൊരു കുഞ്ഞു നെക്കാണ്, ഞാൻ പറഞ്ഞല്ലോ മോളുടെ ഫ്രോക്കാണ്. അപ്പോൾ മെറ്റീരിയൽ ചെയ്യുന്നവർ നെക്ക് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡ്രോ ചെയ്ത് വർക്ക് ചെയ്യുക. അല്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. നമുക്ക് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോന്നിനും ഞാൻ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മളിതുപോലെ ഹാഫ് സർക്കിൾ വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ റൗണ്ട് വരച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ചെറിയ ഡിസൈൻ ചെയ്യാം. സെൻറ്ററിലായിട്ട് നമുക്കൊരു ഗോൾഡൻ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 പ്രാവശ്യം ലോക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊരു 5ഓ 6ഓ കട്ട് ബീഡ് വെച്ച് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. 5 കട്ട് ബീഡ് മതിയാവും കേട്ടോ. നമ്മൾ എടുക്കുന്ന ബീഡ്സിൻ്റെ വലുപ്പം എത്രയും നോക്കിയിട്ട് എടുക്കാവേ. ഇതുപോലെ എടുത്ത് നമുക്ക് ഇടയ്ക്ക് ലോക്ക് കൂടെ ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇടയ്ക്ക് നമുക്ക് 1ഓ 2ഓ ബീഡ് ഇടയ്ക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷനിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ അതിൻ്റെ എഡ്ജിലായിട്ട് ഒരെണ്ണം ചെയ്യുക. പിന്നെ ഇവിടെ ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് 3 എണ്ണം. വീണ്ടും ഇവിടുത്തെ എഡ്ജിൽ ഒരെണ്ണം. ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മളിതുപോലെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഈസിയാണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് അത്രയും പോർഷൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയോട് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് വേണ്ടി ചെയ്ത ഡ്രസ്സാണ്. അപ്പോൾ മോളിട്ട് നിൽക്കുന്ന പിക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.